ഓക്കെ, സോ പോക്കോയിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ് സീരീസും എഫ് സീരീസും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പോക്കോയിൻ്റെ പോക്കോ X2 ആണ് പോക്കോ എക്സ് സീരീസിൻ്റെ ഫോണും, പിന്നെ പോക്കോയിൻ്റെ പോക്കോ F1 2018 ഇറങ്ങിയ പോക്കോ F1ഉം, പിന്നെ ഈ വർഷം ഇറങ്ങിയ പോക്കോ M2 Pro ആണ് പോക്കോ എഫ് സീരീസിലുള്ള രണ്ട് ഫോൺസ്. വരാൻ പോകുന്ന ജൂലൈ 7 പോക്കോയിൻ്റെ എം സീരീസിലുള്ള ഫസ്റ്റ് ഫോണായിട്ട് വരാൻ പോവുകയാണ് പോക്കോയിൻ്റെ പോക്കോ M2 Pro. 15,000 റേഞ്ചിൽ വരുന്ന ഒരു മിഡ് റേഞ്ച് ഫോണായിരിക്കും എന്നാണ് റൂമേഴ്സ് പറയുന്നത്. ഇടയ്ക്കൊരു റൂമർ വന്നിരുന്നു, ഇതൊരു പ്രീമിയം മിഡ് റേഞ്ച് ഫോണായിരിക്കും, സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ഒക്കെ ഉള്ളൊരു ഫോണായിരിക്കും എന്ന് ഒരു റൂമർ വന്നിരുന്നു. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് വരുന്ന റിപ്പോർട്ട്സ് ഒക്കെ അനുസരിച്ച് എന്തായാലും 15,000 ഓൾമോസ്റ്റ് 15,000 റേഞ്ചിൽ വരുന്ന ഒരു ഫോണായിരിക്കും പോക്കോയിൻ്റെ പോക്കോ M2 Pro. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പോക്കോ M2 Proനോടുള്ള എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസും, പിന്നെ ഇതുവരെ പോക്കോ M2 അല്ലെങ്കിൽ പോക്കോ M2വിൻ്റെ സൈഡിൽ നിന്ന് വന്ന പോക്കോ M2വിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾ എത്രയും പെട്ടെന്ന് 100K സബ്സ്ക്രൈബേഴ്സ് എത്താൻ പോവുകയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. പോക്കോ എന്ന ബ്രാൻഡിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവരുടെ മനസ്സിലൊരു ചെറിയ പേടിയും ഭയമൊക്കെ കാണും. കാരണം ഇതുവരെയുള്ള എല്ലാ പോക്കോ F1 ഒഴിവാക്കി പോക്കോ X2യും പോക്കോ F2 Pro രണ്ട് ഫോണും റെഡ്മി ഫോൺസിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ്, അല്ലെങ്കിൽ എക്സാക്റ്റ് റീബ്രാൻഡഡ് വെർഷനാണ്. അതുകൊണ്ട് തന്നെ പോക്കോ M2 Proയും റെഡ്മിയുടെ ഏതെങ്കിലും ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് പോക്കോ M2 Proൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് ഒന്ന് നോക്കാം. സോ ഇതുവരെ വന്ന പോക്കോയിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഫോട്ടോസും പിന്നെ ലീക്സ് ഒക്കെ അനുസരിച്ച് നമ്മുടെ റെഡ്മി നോട്ട് 9 Pro ഇല്ലേ, ഒരു 15,000 റേഞ്ചിൽ വരുന്ന റെഡ്മി നോട്ട് 9 Pro, ആ ഒരു ഫോണിൻ്റെ ഒരു എക്സാക്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ഡിസൈനാണ് പോക്കോ M2 Proയിനുള്ളത്. റെഡ്മി നോട്ട് 9 Proയിലുള്ള സെയിം സ്ക്വയർ ഷേപ്ഡ് ക്യാമറ മോഡൽ നിങ്ങൾക്ക് പോക്കോ M2 Proയിലും കാണാം. അതിനോടൊപ്പം തന്നെ നോട്ട് 9 Proയിലുള്ളതുപോലെ ഇതിലും നിങ്ങൾക്ക് ഗ്ലാസ് സാൻഡ്വിച്ച് ഒരു ബിൽഡാണ് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥമാണ് ഫ്രണ്ടും ബാക്കും മിക്കവാറും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കാണും. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ആയിരിക്കും, പിന്നെ P2i നാനോ കോട്ടിംഗ് കാണും. സോ ഇത് വാട്ടർ സ്പില്ലും ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടല്ലോ, അതും ഇപ്പോഴത്തെ ഈ വർഷത്തെ ട്രെൻഡായ നമ്മുടെ പവർ ബട്ടൻ്റെ മേലുള്ള സൈഡ് ലോഡഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരിക്കും നിങ്ങൾക്ക് പോക്കോ M2 Proയിലും കാണാൻ കഴിയുക. പോക്കോ M2 Proയിൻ്റെ ഡിസ്പ്ലേ നോക്കിയാൽ അത് മിക്കവാറും പോക്കോ X2ലും റെഡ്മി നോട്ട് 9 Pro Maxലും പിന്നെ റെഡ്മി നോട്ട് 9 Proയിലും നമ്മൾ കണ്ട 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, IPS LCD ഡിസ്പ്ലേ, മിക്കവാറും അത് തന്നെയാണ് പോക്കോ M2 Proയിലും വരാൻ പോകുന്നത്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് ലീക്സ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവാറും 60 ഹെർട്സിൻ്റെ നമ്മൾ നോട്ട് 9 Proയിൽ കണ്ട ആ 60 ഹെർട്സിൻ്റെ സെയിം റിഫ്രഷ് റേറ്റ് ആയിരിക്കും മിക്കവാറും M2 Proയിലും. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, 20:9 ആസ്പെക്ട് റേഷ്യോ ആയിരിക്കും. പിന്നെ പോക്കോ X2വിൽ നമ്മൾ കണ്ടത് ഡ്യുവൽ സെൽഫി ക്യാമറയാണല്ലേ, പക്ഷേ ഇതിൽ റെഡ്മി നോട്ട് 9 Proയിലുള്ളതുപോലെ സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആയിരിക്കും മിക്കവാറും പോക്കോ M2 Proയിലും. ഇനി പെർഫോമൻസ് കാറ്റഗറി നോക്കിയാൽ മിക്കവാറും ഇതിൽ വരാൻ പോകുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ, ഈ വർഷത്തെ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറാണ്, മിഡ് റേഞ്ച് പ്രൊസസ്സറാണ്. നമ്മൾ ഇതുവരെ റിയൽമി 6 Proയിലും പിന്നെ റെഡ്മി നോട്ട് 9 Pro Max, റെഡ്മി നോട്ട് 9 Proയിലൊക്കെ കണ്ട ഒരു ചിപ്സെറ്റാണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G. ഒക്ടാ കോർ ചിപ്സെറ്റാണ്, 8 നാനോമീറ്റർ ഫിൻഫെറ്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയ ചിപ്സെറ്റാണ്. നല്ല പവർ എഫിഷ്യൻ ചിപ്സെറ്റാണ്, 2.3 GHz ആണ് ടോപ്പ് സ്പീഡ്. 720Gയിൽ വരുന്ന GPU ആണ് Adreno 618. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ് M2 Proയിൽ വരാൻ പോകുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പം റിയൽമി 6 Proയിലും റെഡ്മി നോട്ട് 9 Pro Maxലും പിന്നെ റെഡ്മി നോട്ട് 9 Proയിൻ്റെ പെർഫോമൻസ്, എസ്പെഷ്യലി ഗെയിമിംഗ് പെർഫോമൻസ് റെഡ്മി നോട്ട് 9 Pro നോക്കിയാൽ അത്രയും ഓപ്റ്റിമൈസ്ഡ് അല്ല. സോ ഇതൊരു പോക്കോ ഫോൺ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പോക്കോ X2 ആണെങ്കിലും പോക്കോ F1 ആണെങ്കിലും പോക്കോ F2 Pro ആണെങ്കിലും ഗെയിമിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ആക്ടിവിറ്റീസിന് വേണ്ടി നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്ത ഫോൺസാണ് പോക്കോയിൻ്റെ. സോ അങ്ങനെ നോക്കുമ്പോൾ റെഡ്മി നോട്ട് 9 Proയിനെക്കാളും നല്ലൊരു പെർഫോമൻസ് നമുക്ക് പോക്കോ M2 Proയിൽ നിന്ന് പ്രതീക്ഷിക്കാം 720G പ്രൊസസ്സർ ആണെങ്കിൽ. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10 ആയിരിക്കും വിത്ത് MIUI 11. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് പോക്കോ ലോഞ്ചറും കിട്ടും. ഇപ്പം ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിൽ വരാൻ പോകുന്ന രണ്ട് വേരിയൻസ് ആണ്. 6GB ആണ് രണ്ടിലും. സോ 6GB 64GB ആണ്, പിന്നെ 6GB 128GB ആണ്. നോർമലി ബെഞ്ച് മാർക്കിംഗ് ചെയ്യാൻ വേണ്ടി അയക്കുന്നത് ഏറ്റവും ബെസ്റ്റ് വേരിയൻ്റ് ആണ്. സോ ഇതിൻ്റെ 6GB വേരിയൻ്റ് ആണ് അയച്ചിരിക്കുന്നത്. സോ മിക്കവാറും എല്ലാവരും പറയുന്നത് ഇതിൻ്റെ മാക്സിമം 6GB ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് 8GB വേരിയൻ്റ് കാണാൻ കഴിയില്ല. UFS 2.1 സ്റ്റോറേജ് കാണും, LPDDR4X ആയിരിക്കും റാം. ഇനിയാണ് ക്യാമറ സെറ്റപ്പ്. സോ റെഡ്മി നോട്ട് 9 Proയിലുള്ളത് 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ക്യാമറ മെഗാപിക്സൽ അല്ലെങ്കിൽ ക്യാമറ റെസൊല്യൂഷൻ, പ്രൈമറി ക്യാമറ റെസൊല്യൂഷനെ കുറിച്ച് ഇതുവരെ പോക്കോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി 7 റിലീസ്, അതിന് മുന്നേ പറയുമെന്ന് എനിക്കറിയില്ല.
ഫ്ലിപ്കാർട്ടിൽ ടീസറായിട്ടൊക്കെ ഓരോരോ സ്പെസിഫിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ചിലപ്പോൾ പറഞ്ഞേക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് 48 മെഗാ പിക്സലിന് തന്നെ ആയിരിക്കും ക്വാഡ് ക്യാമറ സെറ്റപ്പ്. 64 വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, പക്ഷേ തോന്നുന്നത് 48 മെഗാ പിക്സൽ ആയിരിക്കും. റെഡ്മി നോട്ട് 9 പ്രോയിലുള്ള 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഇതിലും വരാനുള്ള നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മെയിൻലി 4 ക്യാമറാസ് ആയിരിക്കും. 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. 4K വീഡിയോസ് 30 FPS എടുക്കാൻ കഴിയുന്ന ഒരു മെയിൻ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. പിന്നെ സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ ആയിരിക്കും. ഇനി 16 മെഗാ പിക്സൽ ആണോ അത് 20 ആണോ 32 ആണോ എന്നറിയില്ല. റെഡ്മി നോട്ട് 9 പ്രോയിൻ്റെ സെയിം ഫീച്ചേഴ്സ് ആണെങ്കിൽ മിക്കവാറും 16 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും സെൽഫി ക്യാമറ. നെക്സ്റ്റ് ബാറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ബാറ്ററിൻ്റെ MAHനെ കുറിച്ച് ഇതുവരെ റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടുണ്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. സോ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ കണ്ട 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടല്ലോ, എക്സാക്ട്ലി ആ സെയിം ഫാസ്റ്റ് ചാർജർ നിങ്ങൾക്ക് ഇതിലും കിട്ടും. പിന്നെ റെഡ്മി നോട്ട് 9 പ്രോയിലും പ്രോ മാക്സിലും സെയിം ബാറ്ററിയാണ്. 5020 mAhൻ്റെ വലിയൊരു ബാറ്ററി ഉണ്ട്. പക്ഷേ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് മാത്രം 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നോട്ട് 9 പ്രോയിൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ഇതിൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് 5020 mAhൻ്റെ ബാറ്ററി വന്നാൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോണായിരിക്കും M2 Pro. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ഈ ഫോണും M2 പ്രോയും നോട്ട് 9 പ്രോയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മിക്കവാറും കാണും. ഇനി ചിലപ്പം 4500 mAhൻ്റെ ബാറ്ററി ആയിരിക്കും. പോക്കോ X2 കണ്ട എക്സാക്ട്ലി സെയിം ബാറ്ററി ആയിരിക്കും, അറിയില്ല. സോ ഒന്നെങ്കിൽ 4500 mAhൻ്റെ ബാറ്ററി അല്ലെങ്കിൽ 5020 mAhൻ്റെ ബാറ്ററി ആയിരിക്കും. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ്. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 2 റൂമേഴ്സ് വന്നിരുന്നു. ഫസ്റ്റ് റൂമർ അനുസരിച്ച് ഇതിൻ്റെ പ്രൈസ് കാറ്റഗറി മിഡ് റേഞ്ച് ആയിരിക്കും. സെക്കൻഡ് വന്ന റൂമറാണ് മിക്കവാറും പ്രീമിയർ മിഡ് റേഞ്ച് 20,000 to 25,000 ആ റേഞ്ചിൽ വരുന്ന ഒരു ഫോണായിരിക്കും M2 Pro. കാരണം ഇതിൽ പ്രോ എന്ന വാക്കുണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് മിഡ് റേഞ്ച് ഫോണായിരിക്കും. കാരണം ഓൾറെഡി പോക്കോ X2ൻ്റെ പ്രൈസ് അവർ കൂട്ടി 25,000 ആ റേഞ്ചിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ആ റേഞ്ചിൽ ഒന്നോടെ ഒരു ഫോൺ ഇറക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ അത് പോക്കോ X2മായിട്ട് കമ്പീറ്റ് ചെയ്യും. സോ പോക്കോ X2നുള്ള റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിൽ താഴെ ആയിരിക്കും മിക്കവാറും ഈ ഫോൺസ് വരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ 6GB അല്ല നമ്മൾ കണ്ട മാക്സിമം റാം വേരിയൻറ്റ്. സോ 6GBൻ്റെ ഫോണാണെങ്കിൽ 15,000 റേഞ്ച് ആയിരിക്കും. സോ 14,999 അല്ലെങ്കിൽ 15,999 അല്ലെങ്കിൽ 13,999 ആ ഒരു റേഞ്ചിലായിരിക്കും മിക്കവാറും പോക്കോ M2 Pro വരാൻ പോകുന്നത്. എന്തായാലും ജൂലൈ 7 നമുക്കെല്ലാം അറിയാൻ പറ്റും. പോക്കോ M2 പ്രോൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് ആണ് ജൂലൈ 7. സോ അന്ന് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഒഫീഷ്യൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം, ഇതിൻ്റെ ഒരു പീസ് നമുക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു അൺബോക്സിങ്ങും ഞാൻ ട്രൈ ചെയ്യാം. താഴെ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാണാൻ വേണ്ടിയുള്ള താല്പര്യമുണ്ടെങ്കിൽ. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.